പരീക്ഷയ്ക്ക് പ്രയാണമെന്ന കവിതയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാം? കവിതയുടെ വരികൾ ബൈഹാർട്ട് പഠിക്കാതെ തന്നെ അതിൻ്റെ ആന്തരാർത്ഥവും പ്രയോഗഭംഗിയും എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. സ്കൂൾ പരീക്ഷകൾക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള MCQ ചോദ്യോത്തരങ്ങളും 3 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാട്ടിൽ മൃഗങ്ങളെപ്പോലെ നടന്നിരുന്ന മനുഷ്യൻ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബഹിരാകാശവാസവും വരെ സാധ്യമാക്കിയത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചങ്ങലക്കണ്ണിയുടേത് പോലുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ കഥ പറയുന്ന പ്രയാണം എന്ന കവിതയുടെ പൂർണ്ണരൂപം വെറും 5 മിനിറ്റിൽ നമുക്ക് നോക്കാം. എന്താണ് കവിതയുടെ പശ്ചാത്തലം? മനുഷ്യരാശിയുടെ പ്രയാണത്തെയും യാത്രയെയും ശാസ്ത്രം കൈവരിച്ച പുരോഗതിയെയും കുറിച്ചുള്ള അതിമനോഹരമായൊരു ശാസ്ത്ര മാനവിക ദർശനമാണ് ഈ കവിത. കാലത്തിൻ്റെ കുതിപ്പും അതിനെ കീഴടക്കാൻ മനുഷ്യൻ നടത്തുന്ന ശ്രമങ്ങളും ഈ പ്രയാണത്തിൽ മുൻ തലമുറ നൽകിയ ത്യാഗങ്ങളുമാണ് ഇതിൻ്റെ പ്രധാന ഇതിവൃത്തം. കാലത്തിൻ്റെ പ്രയാണവും ശാസ്ത്രത്തിൻ്റെ കുതിപ്പുമാണ് ആദ്യത്തെ 4 വരികളിൽ സൂചിതമാകുന്നത്. ആണ്ടുകൾ അലിയുന്നു തുടങ്ങുന്ന വരികൾ കാലത്തിൻ്റെ അതിവേഗത്തിലുള്ള ചലനത്തെക്കുറിച്ചാണ് കവി ആദ്യം പറയുന്നത്. വർഷങ്ങൾ വളരെ പെട്ടെന്ന് വെറും നിമിഷങ്ങളായി മാറി അലിഞ്ഞു പോകുന്നു. കാലം അതിൻ്റെ നീണ്ട കാലുകൾ വെച്ച് അതിവേഗം മുന്നോട്ട് നടന്ന് അകലുകയാണ്. നിരന്തരമായി മുന്നോട്ട് മാത്രം സഞ്ചരിക്കുന്ന ഈ കാലത്തെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ, തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ശാസ്ത്രം അതിൻ്റെ ചങ്കിലെ പതതുപ്പി, അതായത് വിശ്രമമില്ലാതെ കഠിനമായി പ്രയത്നിച്ച് മുന്നോട്ട് കുതിക്കുകയാണ്. പ്രപഞ്ചശക്തികളെയും കാലത്തെയും കീഴടക്കാനുള്ള മനുഷ്യൻ്റെ ശാസ്ത്രീയമായ ആവേശത്തെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവും പരിവർത്തനവുമാണ് അടുത്ത വരികളിൽ. ഇന്നലെ മന്ദാരക്കാവുകളിൽ കൂമ്പിയ കിനാവ് ഇന്നത്തെ കനിയായി വിരിഞ്ഞു എന്നാണ് പറയുന്നത്. ഇന്നലകളിൽ വെറും സങ്കല്പങ്ങളോ ഭാവനകളോ മാത്രമായി വിടരാതെ നിന്നിരുന്ന സ്വപ്നങ്ങൾ, അതായത് കൂമ്പിയ കിനാവ്, ഇന്ന് ശാസ്ത്രത്തിൻ്റെ വളർച്ചയിലൂടെ യാഥാർത്ഥ്യമെന്ന മധുരമുള്ള പഴമായിട്ട് കനിയായി മാറിയിരിക്കുന്നു. മനുഷ്യൻ പണ്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇന്ന് യാഥാർത്ഥ്യമായി. മാറ്റങ്ങൾ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെയാണ് അടുത്ത വരികളിൽ പറയുന്നത്. ഇന്നത്തെ മികച്ച കണ്ടെത്തലുകളോ ആശയങ്ങളോ, അതാണ് തൈകൾ, നാളെ പഴഞ്ചനായി വാടി വീണ് പോയേക്കാം. എന്നാൽ അതിനു പകരമായി പുതിയ അറിവുകളുടെ പുത്തൻ ഉദ്യാനങ്ങൾ ഓരോ നിമിഷവും ഇവിടെ വിരിഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് പുരോഗതി എങ്ങും നിലയ്ക്കില്ല എന്ന കവിതയുടെ ശുഭാപ്തി വിശ്വാസമാണ് ഈ വരികളിലൂടെ സൂചിതമാകുന്നത്. പരിവർത്തനത്തിൻ ഞാണൊലി മാത്രം എന്ന് തുടങ്ങുന്ന വരികളിൽ സൂചിതമാകുന്നത് മാറ്റത്തിൻ്റെ ഞാണൊലിയാണ്. പ്രപഞ്ച യാത്രയെക്കുറിച്ചാണ് ഇവിടെ കവി പറയുന്നത്. നമ്മുടെ അരികിൽ എപ്പോഴും എല്ലാ നിമിഷങ്ങളിലും മാറ്റത്തിൻ്റെ ഞാണൊലി, അതായത് വില്ലിൻ്റെ നാദശബ്ദം മാത്രമേ കേൾക്കാൻ സാധിക്കൂ. അതായത് ലോകത്ത് മാറ്റം അത്രമേൽ വേഗത്തിലും തീവ്രതയിലുമാണ് സംഭവിക്കുന്നത്. കോടിക്കണക്കിന് നക്ഷത്ര മണ്ഡലങ്ങൾ നിറഞ്ഞ ഈ അനന്ത പ്രപഞ്ചത്തിലൂടെ പുതിയ അറിവുകൾ അന്വേഷിച്ച് പായുന്ന ചെറിയ പരമാണുക്കൾ, ചെറിയ കണികകൾ മാത്രമാണ് മനുഷ്യരായ നമ്മൾ. പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തിന് മുന്നിൽ മനുഷ്യൻ ചെറുതാണെങ്കിലും അവൻ്റെ അന്വേഷണ ബുദ്ധി അത്രമേൽ വലുതാണ്. ചരിത്രത്തിൻ്റെ കൽപ്പടവുകളും മനുഷ്യൻ്റെ ബഹുമുഖ ഭാവങ്ങളും വ്യക്തമാക്കുന്ന വരികളാണ് പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കയറി എന്ന് തുടങ്ങുന്ന വരികൾ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ വലിയ പുരോഗതിയിലേക്ക് എത്തിയത് പെട്ടെന്നല്ല. മുൻപ് കടന്നുപോയ കോടിക്കണക്കിന് തലമുറകളുടെ പുരുഷാന്തരങ്ങളുടെ അനുഭവങ്ങളും സംഭാവനകളുമാകുന്ന കൽപ്പടവുകൾ ചവിട്ടിക്കയറിയാണ് ഇന്നത്തെ മനുഷ്യൻ ഇവിടെ എത്തി നിൽക്കുന്നത് എന്ന ചരിത്ര സത്യം ആരും മറക്കാൻ പാടില്ല. മനുഷ്യൻ കേവലം ഭൗതികമായി മാത്രമല്ല വളർന്നത്. അവൻ്റെ കയ്യിൽ അറിവിൻ്റെ പേനയുണ്ട്, ശക്തിയുടെ പടവാളുണ്ട്, യുക്തിയുടെ ശാസ്ത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ സഹജീവികളോടുള്ള സ്നേഹവും കലയും നിറഞ്ഞ സംഗീത ശൈലിയുമുണ്ട്. ഈ ബഹുമുഖ വ്യക്തിത്വമാണ് മനുഷ്യൻ്റേത്. പൂർവികരുടെ ത്യാഗവും തലമുറകളുടെ നൈരന്തര്യവും തുടർച്ചയും വ്യക്തമാക്കുന്ന വരികളാണ് ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ അമ്മമാർ എന്ന് തുടങ്ങുന്ന വരികൾ. നമ്മുടെ പൂർവികരും മുത്തച്ഛന്മാരും അവരുടെ സംസ്കാരത്തിലൂടെയും ജീനുകളിലൂടെയും ഇന്നും ഞങ്ങളിൽ ജീവിക്കുന്നുണ്ട്. നമ്മളിൽ ഓരോരുത്തരിലും ഭൂതകാലവും വർത്തമാനകാലവും തമ്മിൽ വേർപിരിക്കാനാവാത്ത ബന്ധമുണ്ട്. സ്വന്തം ഹൃദയത്തിൽ അറിവിൻ്റെയും നന്മയുടെയും വെളിച്ചം കത്തിച്ച് വരും തലമുറയ്ക്ക് വേണ്ടി സ്വയം ഉരുകിത്തീർന്ന 100,000 മെഴുകുതിരികളെപ്പോലെയാണ് നമ്മുടെ മുൻ തലമുറ ജീവിച്ചത്. അവരുടെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും നൽകിയ വെളിച്ചവും സൗകര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്.
അതൊരിക്കലും നമ്മൾ മറന്നുകൂടാ. സംസ്കാരത്തിൻ്റെ ചങ്ങലയും മനുഷ്യൻ്റെ അമരത്വവും വ്യക്തമാക്കുന്ന വരികളാണിത്. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു മനുഷ്യരാശിയുടെ പ്രയാണം തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾ മരിച്ചിട്ടില്ല, ഇനി ഒരു കാലത്തും മരിക്കുകയുമില്ല എന്ന് കവി ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു. വ്യക്തികൾ മരണപ്പെട്ടേക്കാം, എന്നാൽ മനുഷ്യൻ്റെ അറിവും സംസ്കാരവും ഒടുങ്ങുന്നില്ല. ആദിമകാലം മുതൽ ഇന്നുവരെ ആയിരക്കണക്കിന് പരിണാമഘട്ടങ്ങൾ ആ യാത്ര പിന്നീട് ഒരു ചങ്ങലയുടെ കണ്ണികൾ പോലെ പരസ്പരം കോർത്തു പിടിച്ചാണ് മനുഷ്യ സംസ്കാരം മുന്നോട്ട് പോകുന്നത്. ഈ നൈരന്തര്യത്തിന്, ഈ തുടർച്ചയ്ക്ക് മരണമില്ല എന്നാണ് പറയുന്നത്. കാലത്തിൻ്റെ യഥാർത്ഥ നിർവചനം ഞങ്ങൾ സ്പന്ദന സമാഹാരം എന്ന് തുടങ്ങുന്ന വരികളിൽ എന്താണ് പറയുന്നത്? കാലം എന്ന വലിയ പ്രതിഭാസത്തെ നിർവചിച്ചുകൊണ്ടാണ് കവി തൻ്റെ കവിത അവസാനിപ്പിക്കുന്നത്. കാലം എന്നത് മനുഷ്യന് പുറത്തുള്ള വെറുമൊരു സംഗതിയല്ല, മനുഷ്യൻ്റെ ഭാവങ്ങളുടെയും, അതായത് ചിന്തകൾ, വികാരങ്ങൾ, അതുപോലെ പ്രാണൻ്റെയും ജീവൻ്റെയും സ്പന്ദനങ്ങളുടെയും ഒത്തുചേരലായ ആകെത്തുകയാണ്. എന്തൊക്കെയാണ് ചിന്തകൾ, ജീവൻ, തുടിപ്പുകൾ? ഇതെല്ലാം വികാര വിചാരങ്ങളൊക്കെ ചേർന്നതാണ്, അതിൻ്റെ ആകെത്തുകയാണ് കാലം. മനുഷ്യൻ്റെ കർമ്മങ്ങളും ചിന്തകളുമാണ് യഥാർത്ഥത്തിൽ കാലത്തെ നിർണ്ണയിക്കുന്നത്. പാഠഭാഗം മനസ്സിലായല്ലോ. ഇത് ഈ കവിതയിൽ എന്തൊക്കെയാണ് പ്രധാന ആശയങ്ങൾ ഒന്നുകൂടി നോക്കിയാലോ? പ്രകൃതിയെയും കാലത്തെയും കീഴടക്കാനുള്ള മനുഷ്യൻ്റെ ശാസ്ത്രീയമായ കുതിപ്പ് ഈ കവിതയിൽ തെളിഞ്ഞു കാണാം. ഇനി ഈ പാഠഭാഗത്തുള്ള MCQ ചോദ്യോത്തരങ്ങളും അതുപോലെ 3 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളും ധാരാളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായി കാണുക. ആവശ്യം വേണ്ടത് നിങ്ങളുടെ ബുക്കിൽ എഴുതി സൂക്ഷിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.